സിനിമ എന്നാൽ സൗഹൃദമാണ്. ജീവിതം വഴിമുട്ടിയവർക്ക് പോലും പ്രതീക്ഷ നൽകാൻ കഴിയുന്ന ഒരു മാജിക് ഉണ്ട് സിനിമയ്ക്ക്. ജീവിത പ്രതിസന്ധികളെയും വെല്ലുവിളിയെയും സിനിമകളാൽ മറികടക്കാൻ ശ്രമിക്കുന്ന IFFKയിലെ 3 ചെറുപ്പക്കാരുടെ കഥയാണ്, അല്ല ജീവിതമാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. തന്ദിന താനാരേ താനാദീനന്ദാരേ തന്ദിന താനാരേ താനാനാരേ തന്ദിന താനാരേ താനാദീനന്ദാരേ തന്ദിന താനാരേ താനാനാരേ തന്ദിന താനാരേ താനാദീനന്ദാരേ തന്ദിന താനാരേ താനാനാരേ. മാനവീയത്ത് കളിയും കാര്യവും പാട്ടും പറഞ്ഞു നടക്കുന്ന ചങ്ങായിമാർ. അവരിൽ ഈ 3 പേർക്കും ഇത്തവണത്തെ മേളയ്ക്കും തമ്മിൽ ഒരു ബന്ധമുണ്ട്. വർഷങ്ങൾക്ക് മുൻപ് നടന്ന 3 അപകടങ്ങളിൽ ജീവിതം പകുതി ശരീരത്തിലേക്ക് ചുരുങ്ങിയ ശേഷമുള്ള സുൽഫിയുടെയും ഷാനിന്റെയും സിദ്ധാർത്ഥിന്റെയും ആദ്യ മേളയാണിത്. ആക്സിഡന്റ് കഴിഞ്ഞതിന് ശേഷം ഉള്ള ആദ്യത്തെ IFFKയിൽ ഇപ്പോൾ സമയം ഒരുപാടുണ്ട്. ഒരു ജോലിയില്ല, വെറുതെ ഇരിപ്പാ ജോലി. അപ്പോൾ കുറേ സമയം ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഒരുപാട് പേര് പരിചയപ്പെട്ടു, അടിച്ച് പൊളിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആൾക്കാരെ ഫേസ് ചെയ്യാൻ അങ്ങനെ ഇപ്പോൾ മടിയൊന്നുമില്ല. അങ്ങോട്ട് പോയി പരിചയപ്പെടാനാണ് ഇപ്പോൾ കൂടുതലും താല്പര്യപ്പെടുന്നത്. മേലെ സാറിനെയും കമൽ സാറിനെയൊക്കെ കാണാൻ പറ്റി. പിന്നെ വിഷ്ണു കൃഷ്ണനോട് ഫോട്ടോ എടുക്കാൻ പറ്റി. അങ്ങനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരെ കാണാൻ പറ്റി. സിദ്ധാർത്ഥ് കാട്ടാക്കടക്കാരനാണ്, ഷാൻ ചെമ്പഴന്തിയും. കൂട്ടത്തിലെ സീനിയർ സുൽഫിയുടെ വീട് കരമനയാണ്. ചലച്ചിത്രമേള മൂവർക്കും മറ്റൊരു ലോകമാണ് തുറന്നിട്ടത്. വേദികൾ തോറും ഓടുന്നവർ, വഴിക്കോണിൽ സിനിമാ ലഹരി നുണയുന്നവർ, പുതിയ സൗഹൃദങ്ങൾ. എന്താ പേര്? ചാരുലത. വൗ, സുൽഫി. താങ്ക് യു, ബൈ. 3 വർഷം മുൻപുണ്ടായ അപകടത്തിൽ സ്പൈനൽ കോഡിന് സംഭവിച്ച ക്ഷതമാണ് സുൽഫിയുടെ ജീവിതം മാറ്റിയത്. ഇനി നടക്കാനാകില്ലെന്ന യാഥാർത്ഥ്യത്തിലേക്ക് സുൽഫിക്കെത്താൻ ഒരുപാട് കാലം വേണ്ടി വന്നു. അത്രയും കാലം ഞാൻ ജീവിച്ചിരുന്നതിൻ്റെ എല്ലാം വെറുക്കപ്പെട്ടതല്ലേ, എന്താ പറയാനാ, അങ്ങനെ ഒരു സാഹചര്യത്തിലെ അവസ്ഥയിലൊക്കെ ആയിരുന്നു എൻ്റെ ജീവിതം. പിന്നെ അങ്ങനെയാണ് അറിയുന്നത് ഞാൻ ഇനി എനിക്ക് അങ്ങോട്ട് നടക്കാൻ പറ്റില്ല, ജീവിതത്തിൽ ഇനി അങ്ങോട്ട് ഒരിക്കലും നടക്കാൻ പറ്റില്ല എന്നറിഞ്ഞു. മാസങ്ങളോളം ഉറങ്ങാതെ ഇരുന്നിട്ടുണ്ട്, എന്താ മരിക്കാൻ വരെ ശ്രമിച്ചിട്ടുണ്ട്. മുറിക്കുള്ളിൽ നീണ്ട വർഷങ്ങളുടെ ഏകാന്തത, മരുന്നും ചികിത്സയും ഒറ്റപ്പെടലും. ഒരിക്കൽ ചികിത്സയ്ക്കിടയിൽ വെച്ച് സിദ്ധാർത്ഥിനെയും ഷാനിനെയും പരിചയപ്പെട്ടതോടെ സുൽഫിയുടെ വീക്ഷണം മാറി. പിന്നെ ഞങ്ങൾ 3 ആളും ഒരു സെറ്റായി. എവിടെ പോകണമെങ്കിലും സിദ്ധാർത്ഥ്, ഷാന്, സുൽഫി. അതിനെന്താ പറയുന്നത്, കോഡ് ഞങ്ങളൊരു കോഡ് വെച്ചിട്ടുണ്ട്, സ സി സു. ഞങ്ങൾ 3 ആളും കൂടി സിനിമയ്ക്ക് പോകും, നാളെ ട്രിവാൻകൂറിൽ പോകും, ലുലു മാളിൽ പോകും. ആദ്യമൊന്നും ആരെയും ഞാൻ കാണൂല, മിണ്ടൂല, ആരുമായിട്ട് ഒരു കോണ്ടാക്റ്റും ഇല്ലാതായിരുന്നു. പിന്നെ ആയപ്പോൾ ഇപ്പം ഞാൻ ഒരു എന്താ പറയുക, ഒരു ഫ്രീ ബാഡ്. ഷാനിന് സിനിമയാണല്ല, ഒരു തിരക്കഥ എഴുതുന്നുണ്ട്. മേളയിൽ പരിചയപ്പെടുന്ന സംവിധായകരോട് ആ കഥ പറയണം. ഞാൻ ആക്സിഡൻറ്റ് പറ്റി 10 വർഷത്തോളം വീടിനകത്ത് തന്നെയായിരുന്നു. അപ്പം കഴിഞ്ഞ വർഷമാണ് പുറത്തിറങ്ങിയത്. ഒരു സർജറി കഴിഞ്ഞ് ഈ മോട്ടറൈസ്ഡ് വീൽചെയർ വാങ്ങിച്ചതിന് ശേഷമാണ് പുറത്തിറങ്ങി തുടങ്ങിയത്. അപ്പം വീട്ടിൽ കിടക്കുമ്പോഴും സിനിമയാണ് കൂട്ട്, സിനിമയാണ് എൻ്റെ എന്താ പറയുക. അതുവരെ എനിക്ക് സൗഹൃദങ്ങളൊന്നുമില്ല. ആ 10 വർഷവും സിനിമയാണ് എൻ്റെ ചങ്ങാതി എന്ന് വേണമെങ്കിൽ പറയാം. ദിവസം ഒരു 3ഓളം സിനിമകൾ ഡെയിലി ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക, സിനിമയെപ്പറ്റി തന്നെ പഠിക്കുക, അതാണ് എൻ്റെ ജീവിതം. സിദ്ധാർത്ഥിന് ഹൗസിംഗ് ബോർഡിൽ താൽക്കാലിക ജോലിയുണ്ട്. കടങ്ങളൊക്കെ വീട്ടി പഴയ പോലെ ഒന്ന് എഴുന്നേറ്റ് നടക്കണമെന്നാണ് ഇപ്പോഴത്തെ ആഗ്രഹം. പഴയതുപോലെ ആയെങ്കിൽ ഒന്ന് നടന്ന് കിട്ടിയെങ്കിലെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ പലതരം മതിലുകളുടെ പേരിൽ ഇക്കാലത്തെ മനുഷ്യർ അകന്നു നിൽക്കുമ്പോഴും അഗാധമായ സൗഹൃദം കൊണ്ട് പരസ്പരം പുണർന്നു നിൽക്കുന്നവരാണ് സുൽഫിയും ഷാനും സിദ്ധാർത്ഥും. തിരുവനന്തപുരത്ത് നിന്നും വിപിൻ വേളിക്കൊപ്പം അജീഷ് ജയകുമാർ, 24.